എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ത്രോട്ട് കുറച്ച് പ്രോബ്ലമായിരുന്നു. അതായിരുന്നു ഇപ്പോഴും മാറിയിട്ടില്ല. എന്നാലും എനിക്ക് വീഡിയോസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ കൂടുതലും വീഡിയോസ് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പല വീഡിയോസിന് വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷമുണ്ട് കേട്ടോ. അതുപോലെ അത് കുറച്ച് കമൻസ് ഇങ്ങനെ എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നല്ല അനുഭവങ്ങൾ ദേവിയുടെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത്, ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും സന്തോഷമുള്ള കാര്യമാണ്. നമ്മളാൽ കഴിയുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നു. ലൈക്ക് ദേവിയെക്കുറിച്ച് അറിയാത്തവർക്കായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നു, മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നുള്ളത് എല്ലാം കൂടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് എപ്പോഴും ഷെയർ ചെയ്യാറുള്ളത്. കാര്യം ഓരോ വീഡിയോസിനും എനിക്കറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും പറയുന്ന കാര്യങ്ങളാണല്ലോ ഈ പറയുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഓരോ വീഡിയോസിനകത്തും പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മന്ത്രം ജപിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് തിരിച്ചടിക്കും കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം എന്ന് തന്നെ പറയുന്നത്. പിന്നെ വരാഹിയമ്മയുടെ ആ ഒരു രൂപം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, അറിയാം അല്ലേ? വരാഹരൂപം പൂണ്ട ദേവിയാണ്. അപ്പോൾ വരാഹരൂപം പൂണ്ട ദേവി ആയതുകൊണ്ട് തന്നെയും ഭയങ്കര പവർഫുള്ളാണ് മന്ത്രം. നമ്മളൊന്ന് ഒരു ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ അല്ലെങ്കിൽ ഭയങ്കര വിഷമത്തോടു കൂടി നമ്മളിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് മനസ്സിൽ ഫുള്ളിങ്ങനെ വിഷമം കൊണ്ട് നമ്മൾ ഒരു മാർഗവും ഇല്ലാതെ ഇരിക്കുന്ന ഒരു ബിഗ് സീറോ ആണെന്നല്ലെങ്കിൽ ഫുള്ളി നമ്മൾ ബ്ലാങ്ക് ആണെന്നുള്ള ആ ഒരു നിമിഷം നമുക്ക് എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ ദേവീനെ വിചാരിച്ച് ഒരു മന്ത്രമൊക്കെ ജപിച്ച് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ, അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയില്ല, പക്ഷേ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഒരു പോസിറ്റീവ് വൈബാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പവർഫുള്ളാണ് ദേവിയുടെ മന്ത്രം എന്ന് പറയുന്നത്. അത് ജപിച്ച് അതിൽ അനുഗ്രഹം ലഭിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ. നമ്മൾ കണ്ണടച്ച് തുറക്കും മുന്നേ നമുക്ക് ആ ഒരു അനുഗ്രഹം ലഭിച്ചിരിക്കും. അത്രയും പവർഫുള്ളാണ് ദേവിയുടെ മന്ത്രം, ദേവിയുടെ ശക്തി എന്ന് പറയുന്നത്. വരാഹിയമ്മ നമ്മൾ എത്രത്തോളം സ്നേഹം അമ്മയ്ക്ക് കൊടുക്കുന്നോ അതിൻ്റെ ഇരട്ടി മടങ്ങ് ഇരട്ടിയായിട്ട് തന്നെ നമുക്ക് തിരിച്ചു ലഭിക്കുന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഏതാണെങ്കിലും അത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ ഒരു ആഗ്രഹം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ രീതിയിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല അനുഭവങ്ങളും ഞാൻ പല വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്കിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു കാര്യം. അത് എല്ലാം നടന്നു വന്നിരിക്കുന്നു, വിസ എടുക്കാറായി. അപ്പം ഇതെല്ലാം ദേവിയുടെ ഒരു അനുഗ്രഹമുള്ളതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ ചതിച്ച ആളുകളെ തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. അതായത് അവരൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു വാശിയുടെ പുറത്ത് പഠിക്കും, അല്ലെങ്കിൽ വാശിയുടെ പുറത്ത് ബിഹേവ് ചെയ്യും. പക്ഷെ പുറമേ ഭയങ്കര സിമ്പിളത്തി ആയിട്ട് ഇങ്ങനെ നടക്കും. ലാസ്റ്റ് നമ്മുടെ മുന്നിൽ കാണിക്കും അവരുടെ യഥാർത്ഥ സ്വഭാവം തീരും. അത് ഉറപ്പാണ് കേട്ടോ, എനിക്കനുഭവമുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് അവരെ കൂടുതൽ അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദേവി അങ്ങനെ കാണിച്ചു തരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സോ അവർക്ക് തന്നെയാണ് ആ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. അതാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ദേവിയുടെ ഭക്തയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു സേഫ് സോണിലായിരിക്കും. നമ്മളെപ്പോഴും ഒരു സേഫ് സോണിലായിരിക്കും. നമ്മൾ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മളെ ചതിക്കാൻ നോക്കിയാലോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാൻ നോക്കിയാലോ ഒന്നും നടക്കില്ല. ഓക്കെ, അതിന് എക്സാമ്പിൾ ഞാൻ തന്നെയാണ് കേട്ടോ. കാര്യം ഒരുപാട് പേർക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് പല രീതിയിൽ. പണം തന്നെ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ, പല രീതിയിൽ. എന്നിട്ട് നമ്മൾ തിരിച്ചടിക്കും, നമ്മളെ ചതിക്കും. നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ എന്താ പറയുക, അസൂയ, നമ്മളോടുള്ളൊരു അസൂയ എന്നാ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കും. പക്ഷേ നമ്മൾ നെവർ മൈൻഡാണ്. എൻ്റെ സ്വഭാവം അനുസരിച്ച് നെവർ മൈൻഡാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് അവർ കാണിച്ചുകൊണ്ട് എനിക്കൊന്നും പോകാനുമില്ല, ഒന്നുമില്ല. നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അത് അവരുടെ ഇഷ്ടം, അവർ നമുക്ക് തിരിച്ച് റെസ്പെക്റ്റ് തരണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. സോ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മറ്റൊരാൾക്കൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കുക, അതായത് അബദ്ധത്തിൽ പോയി ചാടരുത് ഒന്ന്. പിന്നെ അഥവാ നമുക്ക് തിരിച്ച് കിട്ടേണ്ട സാധനമാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തിക്കും ദേവി, അത് ഉറപ്പാണ്.
പിന്നെ നമ്മളെ ചതിച്ചവർക്ക് തിരിച്ച് പണിയും കൊടുക്കും, അത് പറക്കാൻ. അപ്പോൾ ദേവിയെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വിശ്വാസമാണ് ഏറ്റവും ആദ്യം വേണ്ടത്. വിശ്വാസമില്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടോ പ്രവർത്തിച്ചിട്ടോ ഒരു കാര്യമില്ലല്ലോ, അല്ലേ? അത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയുന്ന കാര്യം. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന മന്ത്രം അതിശക്തിയായ ഒരു മന്ത്രമാണ്. ആ ശക്തിയായിട്ടുള്ള ഒരു മന്ത്രമാണ്. ഞാൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് കേട്ടോ. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനും അതുപോലെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനും, അല്ലെങ്കിൽ അവരെ എന്താ പറയുക, പരീക്ഷകളിൽ വിജയിക്കുവാനും, തൊഴിൽ ലഭ്യത, സന്താന സൗഭാഗ്യം, സാമ്പത്തിക വർധനവ്, ഇപ്പോൾ ഇതിനൊക്കെ ഏറ്റവും അനുയോജ്യമായ മന്ത്രമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ മന്ത്രം എന്ന് പറയുന്നത് 21 തവണ നിങ്ങൾക്ക് എഴുതിയോ അല്ലെങ്കിൽ 1008 തവണ എഴുതുക. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് 21 തവണ പ്രാർത്ഥിക്കാനും മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ 1008 തവണ ജപിക്കുക. അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ ചെയ്യുക. ബിക്കോസ് പലരും ചോദിച്ചിരുന്നു അശുദ്ധമായിരുന്ന സമയത്തൊക്കെ പ്രാർത്ഥിക്കാമോ എന്നുള്ളത്. അശുദ്ധമായിരിക്കുന്ന സമയത്ത് ആരും പൂജകളിൽ പോവാറില്ല, പക്ഷേ നിങ്ങൾക്ക് ധ്യാനിക്കുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അതുപോലെ ദേവിയുടെ ഫോട്ടോ ഇല്ലാണ്ട് എങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് കുറച്ച് കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അന്യദേശത്തുള്ളവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ കിട്ടാനായിട്ട്. ഒന്നും വേണ്ട, നിങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ടല്ലോ അല്ലേ, മൊബൈലിനകത്ത് നിങ്ങൾക്ക് വരായമ്മയുടെ ഫോട്ടോ ഗൂഗിളിൽ കിട്ടും. അറ്റ്ലീസ്റ്റ് അതെടുത്ത് വെച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ചെയ്താലും മതി. നമുക്കല്ലാതെ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്യാനുള്ള ഒരു അവസരം പോലും ഇല്ല എന്ന് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അതല്ലാത്തവരാണെങ്കിൽ ഗൂഗിളിൽ നിന്ന് തന്നെ ഫോട്ടോ കിട്ടും. ഗൂഗിളിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഫ്രെയിമാക്കി അങ്ങനെയും നിങ്ങൾക്ക് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അതുപോലെ. പിന്നെ രാത്രി ജപിച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. കാര്യം നിദ്രാദേവി എന്നും കൂടി വാരാഹി ദേവി അറിയപ്പെടുന്നു. പല നാമങ്ങളുണ്ട്, പക്ഷെ അതിലേറ്റവും എന്താ പറയുക, ഞാൻ എടുത്തു പറയാൻ വന്നതാണ് നിദ്രാദേവി അല്ലെങ്കിൽ രാത്രി ദേവി എന്ന് പറയും. അപ്പോൾ രാത്രി ജപിക്കുന്നവർക്ക് കുറേ കൂടെ നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ഏതാണോ ആ ടൈമിൽ ജപിച്ചാലും മതി. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഞാൻ എടുത്തു പറയുന്ന കാര്യം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സ് നെയ്ബേഴ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് നല്ല അത്ഭുത മന്ത്രങ്ങൾ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതെല്ലാം കണ്ടു നോക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടോട്ടെ അല്ലേ. ഓക്കെ, അവരുടെ എന്താ പറയുക, ജീവിതം നല്ല രീതിയിൽ ദേവിയുടെ ഹെൽപ്പോട് കൂടി നല്ല രീതിയിൽ വന്നോട്ടെ. അങ്ങനെ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതാ മന്ത്രം എന്നത് പറയാം. ഓം വാരാഹേ നമഃ, 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 ഓം വാരാഹേ നമഃ,
ॐ वाराहे नमः। 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 ॐ वाराहे नमः।